ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ അത് ഇന്ന് വാഴയില വേണം. അപ്പോൾ ഞാനും ജുവലും കൂടി ഞങ്ങൾ വാഴയില എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വാഴയില വെട്ടാൻ വേണ്ടി പോവുകയാണേ. നമുക്ക് ഒരുപാട് വലിയ വാഴയിലൊന്നും വേണ്ട, ചെറുത് മതി, കുറച്ചേ ആവശ്യമുള്ളൂ കേട്ടോ. ഇതിൽ നിറയെ പൊടിയാണ്. ഇത് നന്നായിട്ട് കഴുകി നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയേ. നമ്മുടെ മുറ്റത്ത് ഒരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറേ കിളികൾ വന്നിരിക്കുന്നതാണാവേ. ഇതിപ്പോൾ കുറച്ച് വന്നിരിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് ചേക്കേറാനുള്ള സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ എടുത്തുകൊണ്ട് വന്നു ഗൈസ്. ഇനി നമുക്ക് പലഹാരം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ആട്ടപ്പൊടി വേണം, അതുപോലെ തന്നെ ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, പഞ്ചസാര, തേങ്ങ, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും വേണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണേ. പച്ചവെള്ളമല്ല, ചൂടുവെള്ളം തന്നെ എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങ, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി എല്ലാം ഇടുക. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓരോരുത്തർക്കും ആവശ്യത്തിന് ഉള്ള അളവിലെടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം പഞ്ചസാര ഇടാറുണ്ട്. പിള്ളേർക്ക് മധുരം വേണ്ടതുകൊണ്ട് ഞാൻ അത്യാവശ്യം പഞ്ചസാര ഇടാറുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണേ. അതായത് ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിൽ ഒരുപാട് വെള്ളമായി പോകരുത്. ഒരുപാട് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കിനും കയ്യിൽ ഒട്ടുകയും ചെയ്യും. അത് ഒരുമാതിരി വെള്ളം പിടിച്ചിരിക്കുന്നതാണ് ഇരിക്കും കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ബോൾ പോലെ നമ്മളിതിങ്ങനെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്ത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇഡലി പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആവി കയറി തുടങ്ങി. അപ്പോൾ നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം. വാഴയില വെക്കുന്നത് വേറെ ഒന്നുമില്ല, വാഴയിലക്കകത്താകുമ്പോഴത്തേക്കിനും നല്ല എന്ത് സാധനം പുഴുങ്ങിയെടുത്താലും നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുമേ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതിൽ നിറയെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലും വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോഴത്തേക്കിനും ആവി കയറുമ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനത് വേവിക്കാനായിട്ട് വെച്ചു. ഇവിടെ ജോയിലൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ ഗൈസ്. ഇവർ കളിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിനും ഇതും ചായയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആ സൈക്കിളിൻ്റെ ടയർ ഓൾമോസ്റ്റ് പഞ്ചറായിട്ടുണ്ട്, എന്നാലും അതിലാണ് പരിപാടി കേട്ടോ. അപ്പോൾ എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊഴുക്കട്ടാന്ന് പറയാൻ പറ്റില്ല, ഗോതമ്പുണ്ട, അത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. വേകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. നല്ല ചൂടാണ് കേട്ടോ, നല്ല ആവി വരുന്നുണ്ട് കണ്ടോ. അടിപൊളിയായിട്ടുണ്ട്. ആ വാഴയിലൊക്കെ വാടിയതിൻ്റെ ഒരു സ്മെല്ലും ഏലക്കയുടെയൊക്കെ ഒരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. നല്ല അടിപൊളി കട്ടൻ ചായ ഞാനിവിടെ റെഡിയാക്കി വെച്ചു.